moneybox, be financially disciplined. ഹലോ എവരിവൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് വേഴ്സസ് യുലിപ്സ്. നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. വളരെ മിസ്ലീഡിംഗ് ആയ ഇൻഫർമേഷൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നതും സെല്ല് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ് യുലിപ്. യുലിപ്പിന്റെ ഫുൾ ഫോം യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ബാങ്കുകളാണ് ഇത് ഏറ്റവും അധികം സെല്ല് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷനോട് കൂടി കസ്റ്റമേഴ്സിനെ ആക്ച്വലി അവർ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് ലിങ്ക്ഡ് എന്നുള്ളത് കൊണ്ട് മ്യൂച്വൽ ഫണ്ട്സ് ആണ് എന്ന് പറഞ്ഞാണ് മിക്കവരും, അത് ഇൻഷുറൻസ് ഏജൻസ് ആയിക്കോട്ടെ, മോസ്റ്റ്ലി ബാങ്ക്സ് സെല്ല് ചെയ്യുന്നത്. അതിന്റെ റീസണും വളരെ സിമ്പിളാണ്. ഇത് വളരെ ഹൈലി ലിക്വിഡേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അഥവാ ഹൈ കമ്മീഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഏൺ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ബാങ്കുകൾക്കൊക്കെ വലിയൊരു റവന്യൂ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്ത് എല്ലാ കസ്റ്റമേഴ്സിന്റെയും ലിറ്ററലി തലയിൽ വെക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചോദിച്ചു വരുന്ന മറ്റ് മേഖലകളിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള, എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ഷനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ് ഇതിൽ പെട്ടുപോകുന്നത്. സോ എന്താണ് യുലിപ്? യുലിപ് അഥവാ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഫസ്റ്റ് പോയിന്റ്, പേരിൽ നിന്ന് തന്നെ നിങ്ങളത് മനസ്സിലാക്കുക. ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ആ കമ്പനിയുടെ പേരിന്റെ കൂടെ ഇൻഷുറൻസ് ഉണ്ടാവും. സോ ഇതൊരു ഇൻഷുറൻസ് കമ്പനിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പ്രൊഡക്റ്റിന്റെ ബ്രോഷറിൽ യുലിപ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. യുലിപ്പിലെ ഐ എന്നത് ഇൻഷുറൻസ് ആണ് എന്നും മനസ്സിലാക്കുക. അല്ലാതെ ഇതൊരു പ്യുവർ ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് അല്ല. രണ്ട്, യുലിപ് എന്നാൽ ഒരു ഇൻഷുറൻസ് കം ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മിക്സ് ആണ്. സോ ഇവിടെ നമ്മൾ ഇൻഷുറൻസ് എന്താണ് എന്നും ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇൻഷുറൻസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ദയവായി എല്ലാവരും ആ എപ്പിസോഡ് കാണുക. ആ എപ്പിസോഡിന്റെ വീഡിയോയുടെ ലിങ്ക് മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റീക്യാപ്പ്. ഇൻഷുറൻസ് എന്നാൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്, അഥവാ ഒരു സംരക്ഷണം, ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു കരുതൽ. ഏതൊരു ഫാമിലിയുടെയും ബ്രെഡ് വിന്നർ അല്ലെങ്കിൽ ഏണിംഗ് മെമ്പർ തങ്ങളുടെ ഡിപ്പെൻഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അൺഫോർസീൻ ഇവന്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ടായാൽ, തങ്ങളുടെ ഡിപ്പെൻഡൻസിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് കിട്ടുന്ന ഒരു ഫിനാൻഷ്യൽ കുഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ് ഇൻഷുറൻസ് എന്നുള്ളത്. അതൊരിക്കലും ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു റിട്ടേൺ കിട്ടാനായിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. സോ ഇൻഷുറൻസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ആവണം. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉള്ളത് അത് വെൽത്ത് ക്രിയേഷൻ ആണ് അതിന്റെ ഒബ്ജക്റ്റീവ്. ഇത് രണ്ടും പാരലായി പോകുന്നതാണ്. ഇൻഷുറൻസ് കം ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ആവില്ല. ഇതിലൂടെ ഒരിക്കലും നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന ഇൻഷുറൻസിന്റെ ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്ന ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവോ മീറ്റ് ചെയ്യില്ല. ജനറലി എങ്ങനെയാണ് ഒരു യുലിപ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. യുലിപ്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒരു പാർട്ട് ഉണ്ട് എന്നേ ഉള്ളൂ. യുലിപ്സിന് ജനറലി ഒരു 5 ഇയർ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മിനിമം പ്രീമിയം പേയ്മെന്റ് പീരീഡും ഉണ്ട്. നൗ സേ 35 അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാൾ ഒരു യുലിപ് പ്രോഡക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. യുലിപ് തരുന്ന ഇൻഷുറൻസ് കവറേജ് എന്നാൽ നമ്മൾ എത്രയാണോ ഒരു വർഷം ആനുവൽ പ്രീമിയം ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാവുന്നത്, അതിന്റെ 10x ആണ് ഇൻഷുറൻസ് കവറേജ്. ജനറലി എല്ലാ ഇൻഷുറൻസ് കമ്പനിയുടെയും യുലിപ് പ്രൊഡക്റ്റിലുള്ളത് 10x എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി. 1 ലക്ഷമാണ് എവറി ഇയർ ഇടാനായിട്ട് നമ്മൾ തയ്യാറാവുന്നത് എങ്കിൽ അതിന്റെ 10 ഇരട്ടി 10 ലക്ഷമാണ്. 5 ലക്ഷമാണ് പ്രീമിയം എങ്കിൽ അതിന്റെ 10x 50 lakhs ആണ് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ഡീസന്റ് സോഷ്യൽ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി ഒരു 50 ലക്ഷത്തിന്റെ കവറേജ് കിട്ടണമെങ്കിൽ ഇയർലി 5 lakh പ്രീമിയം അടച്ചേ പറ്റുള്ളൂ, അല്ലേ? ഏതാണ്ട് എല്ലാ യുലിപ്പിനും 5 ഇയർ ലോക്ക് ഇൻ പീരീഡും അതുപോലെ തന്നെ ഏതാണ്ട് മിനിമം 5 ഇയർ പ്രീമിയം പേയ്മെന്റ് പീരീഡും ഉണ്ട്. അത് എത്ര വേണേലും കൂട്ടാം. 5 ഇയറോ 7 ഇയറോ 10 ഇയറോ ഒക്കെ നമുക്ക് കൂട്ടുകയും ചെയ്യാം. 5 വർഷത്തെ പേയ്മെന്റ് പീരീഡ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ 25 ലക്ഷം രൂപ പ്രീമിയം പേ ചെയ്തു, അല്ലേ?
സോ ഇത് സെല്ല് ചെയ്യുന്ന ബാങ്കേഴ്സ് മോസ്റ്റ്ലി അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റ് നിങ്ങളോട് നോർമലി പറയുന്നത് 5 വർഷം അടയ്ക്കുക, അതിനുശേഷം 5 വർഷം കഴിയുമ്പോൾ അഥവാ 10ാമത്തെ വർഷം കഴിയുമ്പോൾ ഇത് 50 ലക്ഷമാവും അഥവാ ഇരട്ടിയാവും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഇരട്ടിയാവും, 50 ലക്ഷമാവും എന്ന് പറയുന്നു. അങ്ങനെ 5 ഇയർ പേയ്മെന്റ് ചെയ്തു 10ാമത്തെ വർഷം ആവുമ്പോൾ ഇത് ഡബിൾ ചെയ്യണമെങ്കിൽ ഇതിന്റെ റിട്ടേൺ ഏതാണ്ട് 9% അല്ലെങ്കിൽ 8.95% കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് ജനറേറ്റ് ചെയ്തേ പറ്റുള്ളൂ അരിത്തമാറ്റിക്കലി. യുലിപ്സ് അതിന്റെ ഹെവി ചാർജസ് അല്ലെ അപ്ഫ്രണ്ട് ചാർജസ് എല്ലാം കഴിഞ്ഞ് ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 ചാൻസസ് കുറവാണ്. ലിറ്ററലി നടക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ മിക്ക ഇൻഷുറൻസ് കമ്പനിയുടെയും യുലിപ്പിന്റെ ബ്രോഷർ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ അവർ പറയുന്നത് ഇതിന്റെ ഇലുസ്ട്രേഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 4%ഉം 8%ഉമാണ്. സോ ഈ 8.95% കിട്ടണം ഇത് ഡബിൾ ചെയ്യണമെങ്കിൽ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. ഇനി ഈ 8.95% കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾക്ക് ഇൻഷുറൻസ് ആണോ വേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണോ ഈ യുലിപ്പ് പ്രോഡക്റ്റിൽ പ്രീമിയം പേ ചെയ്തത്, അതോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു വെൽത്ത് ക്രിയേഷൻ വേണ്ടിയിട്ടാണോ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ ചേർന്നത്? ഓർക്കുക, ഐഡിയലി ഒരു വ്യക്തിക്ക്, അത് എനിക്കായിക്കോട്ടെ നിങ്ങൾക്ക് ഓരോരുത്തരും ആയിക്കോട്ടെ, ഏതാണ്ട് 70 വയസ്സ് വരെ നമുക്കൊരു നല്ല ഇൻഷുറൻസ് കവറേജ് വേണം. നമുക്കൊക്കെ ഏതാണ്ട് 70 വയസ്സാകുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവും, അവർക്ക് അവരുടേതായുള്ള ഫാമിലി ആവും, അവരുടെ ഡിപ്പെൻഡൻസിനെ പിന്നീട് അവരാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസ് എടുക്കേണ്ടത്. സോ ഐഡിയലി 70 വയസ്സ് വരെയാണ് ഒരു വ്യക്തിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻഷുറൻസ് കവറേജ് വേണ്ടത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ 35 അല്ലെങ്കിൽ 40 വയസ്സാവുന്ന ഒരു വ്യക്തി യുലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 വർഷം കഴിഞ്ഞ് ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഡബിളായി വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഏതാണ്ട് 45 അല്ലെങ്കിൽ 50 വയസ്സിൽ ആ വ്യക്തി വിഡ്രോ ചെയ്യുകയാണ് എങ്കിൽ അവിടെ നിങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടിന്റെ വാല്യൂ 0 ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് വാല്യൂ 0 ആവുന്ന ആ മൊമെന്റിൽ, അല്ലെങ്കിൽ നിങ്ങൾ പണം പിൻവലിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ അപ്രീസിയേഷൻ പിൻവലിക്കുന്ന ആ മൊമെന്റിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് സ്റ്റോപ്പ് ആവുന്നു. പിന്നീട് ഇൻഷുറൻസ് കവറേജ് ഇല്ല. 45 അല്ലെങ്കിൽ 50 വയസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ഏറ്റവും പീക്കായിട്ടുള്ള ആ ഒരു ഏജ് പീരീഡാണ്. നമ്മളുടെയൊക്കെ കുട്ടികൾ അന്ന് വളരെ ചെറുപ്പം സ്കൂളിൽ പഠിക്കുന്ന കാലമായിരിക്കും. ഈ 45-50 ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ആരോഗ്യപരമായിട്ട് പല വ്യത്യാസങ്ങൾ വരുന്ന പീരീഡാണ്. ഡയബറ്റിക് ആവാം, അല്ലെങ്കിൽ BP ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം. നിങ്ങൾ ആ ഒരു ടൈമിൽ പുതിയൊരു ഇൻഷുറൻസിന് വേണ്ടി ശ്രമിച്ചാൽ പ്രീമിയം എന്ന് പറയുന്നത് സ്കൈ റോക്കറ്റ് ചെയ്യും, വളരെ ഹൈ പ്രീമിയം ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മെഡിക്കൽ ആയിട്ടുള്ള ചെക്കപ്പ് ഒക്കെ അണ്ടർഗോ ചെയ്യേണ്ടി വരും, സ്വാഭാവികമാണ്. സോ ആലോചിക്കുക, നിങ്ങൾ ഈ 10 വർഷം കൊണ്ട് എന്ത് നേടി? നിങ്ങൾക്കൊരു പ്രോപ്പർ ഇൻഷുറൻസ് അല്ലെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയോ? 9% ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു നല്ല റിട്ടേൺ അല്ല. നൗ യുലിപ്പിന്റെ അടുത്ത പാർട്ട് യൂണിറ്റ് ലിങ്ക്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് സൈഡാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് സൈഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നും കൂടെ നോക്കാം. മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. സേ നിങ്ങൾ 5 ലക്ഷമാണ് എവറി ഇയർ പ്രീമിയം പേ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ പേരിലാണ്. യുലിപ്പ് പ്രോഡക്ട്സിനെല്ലാം അതുമായി ലിങ്ക് ചെയ്ത ചില അല്ലെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് ഉണ്ടാവും. ഇവിടെയാണ് ഒരു ഏജന്റ് അല്ലെങ്കിൽ ബാങ്കർ കസ്റ്റമേഴ്സിനെ ടോട്ടലി കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. ഓർക്കുക, ഈ ഫണ്ട്സ് എന്ന് അവർ പറയുന്നത് ഇൻഡിപെൻഡന്റ് ഫണ്ട്സ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫണ്ട്സ് ആണ്. നിങ്ങൾ ഈ ഫണ്ടിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫണ്ടിന്റെ പേരിലല്ല പ്രീമിയം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പേ ചെയ്യുന്നത്. അത് ഇൻഷുറൻസ് കമ്പനിയുടെ പേരിലാണ്. ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർജസ്, മോർട്ടാലിറ്റി ചാർജസ്, അല്ലെങ്കിൽ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജസ്, പ്രീമിയം അലോക്കേഷൻ ചാർജസ് തുടങ്ങിയ ചാർജസ് എല്ലാം ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എത്രയോ അതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഫണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഫണ്ടിന്റെ പെർഫോമൻസ് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും? ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡ് അലോൺ ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇൻഷുറൻസ് കമ്പനിയും അല്ലെങ്കിൽ ഈ ഒരു യുലിപ്പ് പ്രോഡക്റ്റും ഈ പറഞ്ഞ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫണ്ട് തമ്മിൽ ഒരു സൈഡ് ലെറ്റർ അല്ലെങ്കിൽ സൈഡ് എഗ്രിമെന്റ് ഉണ്ട്. അപ്രകാരം നിങ്ങളൊരു യുലിപ്പ് പ്രോഡക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫണ്ട് ഓപ്റ്റ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ട്സ് ഉണ്ട്, ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ട്, ബാലൻസ്ഡ് ഫണ്ട്സ് ഉണ്ട്. സോ
ഈ ഒരു പ്രീമിയം അടച്ചു കഴിയുമ്പോൾ ഈ ചാർജസ് എല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് ആണ് ഈ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത ഫണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻഷുറൻസ് ചാർജസ്, നിങ്ങൾ എത്ര കാലം ആ ഫണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാലും എല്ലാ വർഷവും മോർ ഓർ ലെസ് സെയിം. ഫസ്റ്റ് ഇയറിലൊക്കെ വളരെ ഹൈ ചാർജസ് ആയിരിക്കും, പക്ഷെ പിന്നീടുള്ള എത്ര വർഷം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും ഈ ചാർജസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എമൗണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് ഈ ഫണ്ടുകളിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. നൗ ഈ ഫണ്ടുകളൊക്കെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു? ഒരു ചാരിറ്റിക്കാണോ? മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെ പ്രൊഫഷണലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, അക്കാഡമിക്കലി ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജറും ടീമുമാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. സോ അതിന്റെ ചാർജസ് എല്ലാം ഈ ഫണ്ടിന്റെ ആ ഒരു ടോട്ടൽ പൂൾഡ് എമൗണ്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അഥവാ നമ്മളുടെയൊക്കെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒക്കെ പ്രീമിയം എമൗണ്ടിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ആവറേജ് 2% ആണ് വരുന്നത് ആനുവൽ ചാർജസ്. ഇതേപോലെ തന്നെയുള്ള ഒരു ചാർജ് ഫണ്ട് മാനേജ്മെന്റ് ഫീ എവറി ഫണ്ടിനും ഉണ്ടാവും. ഈ യൂലിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഫണ്ടുകൾക്കും ഉണ്ടാവും. ഇതുമെല്ലാം ഒരു കസ്റ്റമറുടെ പ്രീമിയത്തിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ഇനി ആലോചിക്കുക, നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണോ ഇൻവെസ്റ്റ്മെന്റ് വേണോ? ഇതിന് രണ്ടിന്റെ ഒബ്ജക്റ്റീവ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. യൂലിപ്പ് എന്ന പ്രോഡക്റ്റ് ചരിത്രത്തിൽ ഇന്ന് വരെ ഈ രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവും മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്ന്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്, യൂലിപ്പ് എന്നത് ഹൈലി ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോഡക്റ്റ് ആണ്. ഇൻഷുറൻസ് കമ്പനിക്ക് ഹെവി റവന്യൂ വരുന്നു എന്നുള്ളതല്ലാതെ ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഇതിലൂടെ കിട്ടത്തില്ല. ഇൻഷുറൻസിന്റെ ഒറിജിനൽ കോൺസെപ്റ്റിൽ നിന്നും ഒബ്ജക്റ്റീവിൽ നിന്നും ഒക്കെ മാറി ഇതുപോലുള്ള ലുക്രേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇന്ന് മിക്ക ഇൻഷുറൻസ് കമ്പനികളും പ്രൊമോട്ട് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും. അൺഫോർച്ചുനേറ്റ്ലി ഫ്രണ്ട്സ്, ദർ ഈസ് നോ ഈസി മണി. നിങ്ങൾക്ക് യൂലിപ്പിൽ നിന്ന് ഒരു 7 to 8% IRR അഥവാ ആനുവലൈസ്ഡ് റിട്ടേൺ മാക്സിമം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഉള്ളപ്പോൾ അടുത്തൊരു 15 വർഷത്തേക്ക് ഈസി ആയിട്ട് ഒരു 12% ആനുവലൈസ്ഡ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാൻ ഹൈ ചാൻസ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുമെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ യൂലിപ്പ് പ്രൊഡക്റ്റിൽ നിന്നും എന്ന് നിങ്ങൾ പണം പിൻവലിക്കുന്നു ആ മൊമെന്റിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് സ്റ്റോപ്പ് ആവുന്നു. അവിടെ നമ്മളൊക്കെ ഒരു ഹൈ റിസ്കിൽ ആവുകയും ചെയ്യും. നമുക്കൊക്കെ നല്ലൊരു ഇൻഷുറൻസ് കവറേജും വേണം, ഒരു ഇൻവെസ്റ്റ്മെന്റും വേണം. ഇൻഷുറൻസ് കവറേജിന് തീർച്ചയായിട്ടും ഒരു നല്ല ടേം ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക. വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ ലോങ് ടൈമിലേക്ക് വലിയൊരു കവറേജ് നിങ്ങൾക്ക് കിട്ടും. സമാധാനമായിട്ട് ഫാമിലിയുമായിട്ട് കഴിയുക. നിങ്ങളുടെ സേവിങ്സ് നല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP പോലുള്ള ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ചിൽ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ രണ്ട് ഒബ്ജക്റ്റീവും ഭംഗിയായിട്ട് നടക്കും. ഇതെല്ലാം നടക്കണമെങ്കിൽ നമുക്കൊക്കെ നല്ലൊരു ഏണിങ്സ് വേണം അല്ലേ? നമ്മളൊക്കെ നമ്മളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെ നമ്മളുടെയൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നല്ലൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സർവീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. വെരി സിമ്പിൾ. സോ യൂലിപ്സ് എന്ന പ്രോഡക്റ്റിന്റെ ഇഷ്യൂസ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മ്യൂച്വൽ ഫണ്ട്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ മുൻ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും തീർച്ചയായിട്ടും കാണുവാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത സെഗ്മെന്റിൽ കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.